യുദ്ധക്കുറ്റവാളികളില്ലാത്ത ലോകത്തിനായാണ് ഈ പോരാട്ടം. പലസ്തീന ഐക്യദാർഢ്യവുമായി അമേരിക്കയിലും യൂറോപ്പിലും സർവകലാശാലകളിൽ ഉയർന്ന പ്രതിഷേധ സ്വരം. ബ്രിട്ടനിൽ സർക്കാരിനെതിരെ ജനവികാരം ആളിക്കത്തിക്കുന്നതിന് ഈ യുവ മുന്നേറ്റത്തിനായി. ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ബ്രിട്ടീഷ് സർക്കാരിന് നേരെയുള്ള ഈ പോരാട്ടത്തിന് ഒരു 26-കാരിയുടെ ഛായ കൂടിയുണ്ട്. ഫിയോണ ലാലി എന്ന വിദ്യാർത്ഥി നേതാവിൻ്റെ. ബ്രിട്ടനിലെ മുൻ ആഭ്യന്തര സെക്രട്ടറിയും ഇന്ത്യൻ വംശജയും തീവ്ര വലതുപക്ഷക്കാരിയുമായ സുവേല ബേവർമനോട് മെയ് ആദ്യവാരം ഒരു ലൈവ് ടെലിവിഷൻ ചർച്ചയിൽ നടത്തിയ പ്രതികരണത്തിലൂടെയാണ് ഫിയോണ ലാലി ലോകശ്രദ്ധ നേടുന്നത്. ചാനൽ ചർച്ചയിൽ സുവേല നുണ പറയുന്നയാളാണെന്നും യുദ്ധക്കുറ്റവാളിയാണെന്നും ഫിയോണ തുറന്നടിച്ചു. മന്ത്രിസഭയെ താഴെയിറക്കുമെന്ന ഫിയോണയുടെ പ്രസ്താവനയെ പരിഹസിക്കുകയാണ് സുവേല ചെയ്തത്. പലസ്തീൻ അനുകൂല സമരങ്ങളോട് പോലീസ് മൃദു സമീപനം സ്വീകരിക്കുന്നു എന്ന പ്രസ്താവനയെ തുടർന്ന് മന്ത്രിസഭാ പുനഃസംഘടനയുടെ ഭാഗമായി ഡിസംബറിലാണ് സുവേല ബേവർമാനെ സ്ഥാനത്തുനിന്ന് നീക്കിയത്. ജൂലൈ 4 ബ്രിട്ടീഷ് പൊതുതെരഞ്ഞെടുപ്പിൽ ഈസ്റ്റ് ലണ്ടൻ മണ്ഡലത്തിലെ സ്ട്രാറ്റ്ഫോർഡ് ആൻഡ് ബോയിലെ റവല്യൂഷണറി കമ്മ്യൂണിസ്റ്റ് പാർട്ടി RCPയുടെ സ്ഥാനാർത്ഥി കൂടിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടനിലെ ഈ നിയമ വിദ്യാർത്ഥി. ചാനൽ ചർച്ചയ്ക്ക് ശേഷം ലഭിച്ച ജനപിന്തുണയാണ് തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ ഫിയോണയ്ക്ക് പ്രേരണയായത്. പാർട്ടിയുടെ വെബ്സൈറ്റിലൂടെ നടത്തുന്ന ക്യാമ്പയിനിൽ ഇതിനകം നിരവധി പേർ ഭാഗമായി. ഫിയോണയ്ക്ക് വോട്ടഭ്യർത്ഥനയുമായി UK തെരുവുകളിൽ തൊഴിലാളികളും യുവജനങ്ങളും ഉൾപ്പെടെയുള്ള ദിവസവും എത്തുന്നു. ബ്രിട്ടീഷ് സർക്കാരിനെതിരെ മാത്രമല്ല, മുതലാളിത്തത്തിനെതിരെ കൂടിയാണ് തന്റെ പോരാട്ടമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഫിയോണ ലാലി. സോഷ്യലിസ്റ്റും പലസ്തീൻ അനുകൂലിയുമായ ജെറമി കോർബൻ നേതാവായിരിക്കുമ്പോൾ ലേബർ പാർട്ടിയുടെ ഭാഗമായിരുന്നു ഫിയോണ ലാലി. എന്നാൽ കോർബന് ശേഷം വന്ന കെയർ സ്റ്റാർമർ ലേബർ പാർട്ടിയിലെ ഇടതുപക്ഷക്കാരെ പുറത്താക്കി വലതുപക്ഷ അനുകൂല സമീപനങ്ങളാണ് സ്വീകരിച്ചത്. പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിനെതിരെ ഒരക്ഷരം പോലും പറയാൻ ലേബർ പാർട്ടിയിലെ ഒരാളും തയ്യാറായില്ല. കൺസർവേറ്റീവ് പാർട്ടിക്കെതിരായ ജനരോക്ഷമാണ് ലേബറിന് അനുകൂല സാഹചര്യം UK സൃഷ്ടിച്ചത്. കോർപ്പറേറ്റുകളെ പ്രീണിപ്പിച്ചു നിൽക്കുന്ന ഇരു പാർട്ടികൾക്കെതിരെയും ശക്തമായ ബദലാവുകയാണ് ഫിയോണയുടെ ലക്ഷ്യം. ഒരാളെ കൊണ്ട് ഇവിടെ മാറ്റമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. വ്യക്തികൾക്കല്ല, പ്രസ്ഥാനത്തിനും ആശയത്തിനുമാണ് ശക്തി. ഒരു വിപ്ലവത്തിനുള്ള തയ്യാറെടുപ്പാണിത്. എൻ്റെ ജീവിതകാലത്ത് അതുണ്ടാകുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. മറ്റു പല രാജ്യങ്ങളിലും അത് നടന്നു കഴിഞ്ഞു. ബ്രിട്ടൻ അതിന് പാകപ്പെടുകയാണ്, ഫിയോണ പറയുന്നു. ഭരണ നേതൃത്വ അടിച്ചമർത്തലുകൾക്ക് കീഴ്പ്പെടാതെ യുദ്ധവെറിക്കെതിരെ വിദ്യാർത്ഥികളും യുവജനങ്ങളും തീർക്കുന്ന പ്രതിരോധം അത്രമേൽ ശക്തമാണ്. മുമ്പെങ്ങും കാണാത്ത വിധം തൊഴിലാളികളും വിദ്യാർത്ഥികളും പ്രക്ഷോഭങ്ങളുമായി തെരുവിലിറങ്ങുന്ന ബ്രിട്ടനിൽ പോരാട്ടത്തിൻ്റെ മറ്റൊരു പേരാണ് ഇന്ന് ഫിയോണ.